ഹലോ വെൽക്കം ബാക്ക് ടു ലേഡീസ് പ്ലാനറ്റ്. ഇന്ന് നമ്മൾ ചെയ്യുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പഞ്ഞി പോലുള്ള പുട്ടാണ്. ഇത് നമ്മൾ പുഴുങ്ങലരി വെച്ചിട്ടാണ് ചെയ്യുന്നത്. സാധാരണ നമ്മൾ പുട്ടുപൊടി ഉണ്ടാക്കുന്നത് പുഴുങ്ങലരി വെച്ചിട്ടാണല്ലോ. അപ്പോൾ പുട്ടുപൊടി ഇല്ലാത്ത സമയത്ത് നമുക്ക് ഈ അരി വീട്ടിലുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന പുട്ടാണ് കേട്ടോ. പുട്ട് നമ്മൾ പല രീതിയിലും ചെയ്തിട്ടുണ്ട്. സാധാരണ പത്തിരിപ്പൊടി വെച്ചിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പുട്ടിൻ്റെ വീഡിയോ നമ്മൾ മുൻപ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ ഇപ്പോൾ 9 ലക്ഷത്തോളം വ്യൂസ് ആവാനായിട്ടോ. എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെട്ട ഒരു വീഡിയോ ആണ്. ഒരു ട്രിക്ക് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ആ പുട്ട് നല്ല സോഫ്റ്റ് ആക്കി എടുക്കുന്നത്. അപ്പോൾ ആ വീഡിയോ കാണാത്തവർക്ക് വേണ്ടിയിട്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് ഇന്നത്തെ പുട്ടിലേക്ക് പോകാം. ഇത് നല്ല സോഫ്റ്റ് ആയിട്ട് സാധാരണ പുട്ടുപൊടി വെച്ചിട്ട് ഉണ്ടാക്കുന്ന അതുപോലെ പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുള്ള പുട്ടാണ് കേട്ടോ. നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത് എന്നുള്ളത് നോക്കാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായിട്ട് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ പുട്ട് ഉണ്ടാക്കുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ ഈ പുട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 2 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്. ഈ അരി നമുക്ക് ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ കുത്തരിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇത് വെച്ചിട്ട് പുട്ടുണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് കിട്ടും. ഇനി ഇതല്ലെങ്കിൽ ചോറ് വെക്കാൻ എടുക്കുന്ന ഏത് അരി വേണമെങ്കിലും എടുക്കാം. അപ്പോൾ ഇതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് സോക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഇത് നമ്മൾ രാവിലെ പുട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് എടുക്കുന്നത്. അപ്പോൾ രാത്രി തന്നെ വെള്ളത്തിലിട്ട് വെക്കുകയാണ് കേട്ടോ. കുറഞ്ഞതൊരു 4 മണിക്കൂർ നേരം വെള്ളത്തിലിട്ട് വെക്കാം. ഇപ്പോൾ നോക്കൂ, രാവിലെ ആയപ്പോഴേക്കും നമ്മുടെ അരി നന്നായിട്ട് വീർത്ത് വന്നിട്ടുണ്ട്. നമുക്കറിയാമല്ലോ, വെള്ളത്തിലിട്ട് വെച്ചാൽ എന്തായാലും വീർത്ത് വരും. അപ്പോൾ ഇത് നന്നായിട്ട് കഴുകിയതിന് ശേഷം നമുക്കിതൊന്ന് ഊറ്റി വെക്കാം. ഒരു 10 മിനിറ്റിന് ശേഷം നമുക്കിത് പൊടിച്ചെടുക്കാം. അപ്പോൾ 10 മിനിറ്റിന് ശേഷം ഞാനിപ്പോൾ ഇത് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇതൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഇതിൽ തന്നെ കുറച്ച് നനവൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇനി സെപ്പറേറ്റ് ആയിട്ട് ഇത് നനച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ആദ്യം നമ്മളൊന്ന് കറക്കിയതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് മിക്സിയിലിട്ടിട്ട് അടിച്ചെടുക്കാം കേട്ടോ. പിന്നീട് നമ്മൾ ഉപ്പ് ചേർക്കുമ്പോൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കട്ട കെട്ടി നിൽക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ മിക്സിയിലേക്ക് തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇത് 2 തവണയായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. നോക്കൂ, ഇതുപോലെ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ പുട്ടിന് പൊടി നനച്ചെടുക്കുമ്പോൾ അത് പാകത്തിന് വെള്ളമൊക്കെ ഉണ്ടോ എന്ന് അറിയാനുള്ളൊരു ട്രിക്ക് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതുപോലെ കയ്യിൽ ഒരു പിടി എടുത്തിട്ട് പ്രസ് ചെയ്ത് നോക്കുക. അപ്പോൾ അതൊന്നായിട്ട് നോക്കൂ, ഇതുപോലെ നിൽക്കണം. എന്നിട്ട് കൈ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്യുമ്പോൾ അത് പൊടിഞ്ഞു പോവുകയും ചെയ്യും. അപ്പോൾ അതാണ് നമ്മുടെ പുട്ടിന് പൊടി നനച്ചെടുക്കുന്നതിൻ്റെ വെള്ളത്തിൻ്റെ അളവ് കറക്റ്റ് ആണോ എന്ന് അറിയാനുള്ളത്. ഇപ്പോൾ നോക്കൂ, നമ്മുടെ പുട്ടിന് നനച്ചെടുത്ത പൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിവിടെ കുറച്ച് തേങ്ങാ ചിരവിയതും കൂടെ എടുത്തിട്ടുണ്ട്. നമുക്ക് പുട്ടുപൊടിയും തേങ്ങാ ചിരവിയതും കൂടെ ഇടകലർത്തിയിട്ട് പുട്ടുകുറ്റിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതൊരു പ്രഷർ കുക്കറിൻ്റെ മുകളിൽ വെക്കുന്ന പുട്ടുകുറ്റിയാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ കുറച്ച് വെള്ളം പ്രഷർ കുക്കറിൽ തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ആവി കയറ്റിയെടുക്കാം. ഇതുപോലെ ആവി വന്നതിന് ശേഷം ഒരു 3 മിനിറ്റ് കൂടെ വെക്കുക. അപ്പോഴേക്കും നമ്മുടെ പുട്ട് റെഡി ആയിട്ട് കിട്ടും. നോക്കൂ, നമ്മുടെ പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം. ഓരോ തവണ പുട്ടെടുത്തതിന് ശേഷം പ്രഷർ കുക്കറിൽ വെള്ളം ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും വേവിച്ചെടുക്കാം. അപ്പോൾ ഇത്രേ ഉള്ളൂ, നമ്മുടെ പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുള്ള പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഇതുവരെ നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കണം. നിങ്ങൾ ഇതുവരെ കഴിച്ച പുട്ടിനേക്കാൾ ടേസ്റ്റി ആയിട്ട് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്